എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്, ജൂൺ 21. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളെ യോഗാചാര്യൻ നിഷാദ് പറയുന്നതായിരിക്കും. അതെ, ഇപ്പോൾ ഇൻ്റർവ്യൂ വേണ്ട, തുടങ്ങിയാൽ മതിയോ? ഓക്കെ കേട്ടോ. യോഗ ആരംഭിക്കുകയാണ്. നമ്മുടെ പത്താമത് യോഗ അന്താരാഷ്ട്ര യോഗാ ദിനമാണ് ഇന്ന്. ജൂൺ 21 എല്ലാ വർഷവും യോഗാ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സേവാഭാരതിയും കേരളമൊട്ടുക്കും എല്ലാ യൂണിറ്റുകളും ചെയ്യുന്നില്ലെങ്കിൽ പോലും മിക്കവാറും യൂണിറ്റുകളൊക്കെ നമ്മൾ യോഗാ ദിനം ആചരിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കും അത് ഭാഗമാകാം. അപ്പോൾ നമുക്ക് യോഗയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഒരു ആത്മീയ തലം, ഒരു അഭ്യാസത്തെക്കാളും കൂടുതൽ ഒരു ആത്മീയ തലം നമ്മുടെ യോഗയ്ക്കുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ യോഗ ചെയ്യാൻ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് യോഗയിലൂടെ എങ്ങനെ ആത്മീയ തലം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രാണായാമത്തിലൂടെ തെളിയിക്കുന്നത്. അപ്പോൾ അത് ഗഹനമായി കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അത് മനസ്സിലാക്കേണ്ടതാണ്. അതൊന്നും നമുക്കിപ്പോൾ പറ്റിയ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് നമ്മൾ ആ യോഗ ദിനത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ആത്മീയ തലത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് വേണം നമ്മൾ യോഗ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ യോഗ ആത്മീയ തലത്തിലേക്ക് നമ്മുടെ യോഗയെ പ്രവേശിപ്പിക്കുന്നത് നമ്മളുടെ ശ്വാസത്തിലൂടെ. അപ്പോൾ ആ ശ്വാസക്രമം വളരെ കൃത്യമായി ചെയ്തുകൊണ്ട് വേണം യോഗ ആരംഭിക്കാം. അപ്പോൾ നമ്മുടെ കൈകാലുകൾ വ്യായാമങ്ങളൊക്കെ ചെയ്യും. ആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സും നമ്മളുടെ ശ്വാസവും നമ്മളുടെ ശ്രദ്ധയും ഒരുമിച്ച് വരുമ്പോൾ മാത്രമാണ് യോഗ ഫലപ്രദമാകുന്നത്. അല്ലെങ്കിൽ യോഗ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകും. ധാരാളം എക്സസൈസുകൾ നമ്മുടെ പല ഭാഗങ്ങളിലും, ജിമ്മിലാണെങ്കിലും കരാട്ടയിലാണെങ്കിലും മറ്റുള്ള രീതിയിലൊക്കെ ധാരാളം എക്സസൈസുകൾ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമാകുന്നത് നമ്മുടെ ശ്വാസക്രമത്തിൻ്റെ ചിട്ടയായ രീതിയിലുള്ള ശ്വാസക്രമമാണ് നമ്മൾ അതിനകത്ത് നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഓരോ ശ്വാസവും ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന എനർജി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ എനർജിയെ ആസ്പദമാക്കിയാണ് നമ്മുടെ യോഗാചാര്യന്മാർ യോഗയെ ചിട്ടപ്പെടുത്തുന്നത്. നമുക്കും ഒരു തുടക്കമാകാം. യോഗ കൃത്യമായിട്ട് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. മടി എന്നുള്ള കാര്യം മാറ്റി നിർത്തി കൃത്യനിഷ്ഠയോടുകൂടി യോഗയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിരന്തരമായിട്ടുള്ള യൗവനം നിലനിർത്താൻ സാധിക്കുമെന്നാണ് ആചാര്യന്മാർ നമ്മളോട് പറയുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് അസുഖങ്ങൾ, രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ യോഗയിൽ ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ രീതിയിൽ എന്നും യോഗാസനങ്ങളും പ്രാണായാമവും കൃത്യമായിട്ട് നിർവഹിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് യോഗത്തിൽ നിന്നും മുക്തി നേടാൻ പറ്റും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ നമുക്ക് വലിയ രീതിയിൽ അത് ആരംഭിക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് കിടക്കണം, ഒന്ന് നടന്ന് കിടക്കണം. കിടക്കുന്നതിന് കുഴപ്പമില്ല, കിടന്നു ധൈര്യം, ഒരു പ്രശ്നം.
കാലുകളിലേക്ക് നകത്തി വെച്ച് ശരീരത്തേക്ക് നയിച്ചിട്ട് ഇവിടെ നമ്മൾ കിടക്കുന്നത് ഒരു അരമുക്കാൽ മണിക്കൂറോളം നമ്മൾ യോഗ ചെയ്യാൻ പോവുകയാണ്. ആ യോഗ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്വാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ മനസ്സിനെ ആ രീതിയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. മനസ്സിനെ യോഗ ചെയ്യുന്ന തരത്തിലേക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരം നമ്മുടെ മനസ്സിൽ മറ്റു ചിന്താഗതികളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ശ്വാസത്തിന് മാത്രം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് മുന്നോട്ട് കിടക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇത്രയും നേരം നമ്മൾ വീട്ടിൽ നിന്ന് വന്ന പല പല പ്രശ്നങ്ങൾ, പല പല കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള പല പല ചിന്താഗതികൾ, ഇന്ന് നടക്കേണ്ട കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ മനസ്സിന് ഓർമ്മകളുണ്ട്. അതിനെല്ലാം മാറ്റി നോക്കി ഒരു അരമണിക്കൂറോളം പൂർണ്ണമായിട്ടും യോഗയിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മനസ്സിനെ ഒന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ കിടക്കുന്നത്. ഈ സമയം നമ്മൾ പൂർണ്ണമായിട്ടും ഞാൻ യോഗയോട് ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് യോഗയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നതായിരിക്കുന്ന എടുക്കുകയാണ് ഈ സമയത്ത് നമ്മൾ ചെയ്യാറ്. കണ്ണുകളെ സാവധാനം ഒന്ന് അടച്ചിട്ട് നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കും. നമ്മളുടെ ശ്വാസം ധാരാളം ശ്വാസം ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശങ്ങൾ പൂർണ്ണമായിട്ടും ശക്തമായിട്ടും പ്രവർത്തനത്തിന് തയ്യാറാവുന്നു എന്നുള്ളതാണ്. നമ്മുടെ ശ്വാസകോശത്തെ പൂർണ്ണ സജ്ജമാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ശ്വാസകോശം പൂർണ്ണമായിട്ടും സജ്ജമാക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം കൃത്യമായി നിർവഹിക്കാൻ ഹൃദയത്തിന് സ്വാതന്ത്ര്യമാണ്. ധാരാളം ഓക്സിജനെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് നമ്മുടെ ശ്വാസകോശം ഓക്സിജൻ കൊണ്ട് നിറയിച്ച് ആവശ്യത്തിനുള്ള രക്തചംക്രമണത്തിന് വേണ്ടിയിട്ട് ഹാർട്ടിന് ഓക്സിജനെ കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ ഹാർട്ട് കൃത്യമായ രീതിയിൽ രക്തചംക്രമണം തയ്യാറാണ്. രക്തം മാത്രമുള്ളതുകൊണ്ട് കാര്യമില്ല, ഓക്സീകരിക്കപ്പെട്ട രക്തമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലേക്കും രക്തത്തെ കൊടുക്കുവാൻ ഹാർട്ടിന് സാധിക്കുള്ളൂ, ഹൃദയത്തിന് സാധിക്കും. അപ്പോൾ ഹൃദയത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനെ കൊടുക്കുക എന്നുള്ള കർമ്മമാണ് നമ്മുടെ ശ്വാസകോശത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ശ്വാസകോശത്തിൽ ധാരാളം ശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഹൃദയത്തിന് ആവശ്യത്തിന് കൊടുക്കാൻ സാധിക്കും. നമ്മുടെ എല്ലാ ശ്വാസകോശത്തിൽ 1/4 മാത്രമേ ശ്വാസം ഓക്സിജൻ ശക്തമായി കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതിനെ പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് യോഗയിലൂടെ സാധിക്കും. അപ്പോൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ധാരാളം ഓക്സിജനെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുവാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അതാണ് യോഗയുടെ ഏറ്റവും പ്രധാനമായ പ്രവൃത്തി. ധാരാളം ഓക്സിജനെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് ശക്തമായി പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള ശ്വാസകോശമായിട്ട് നമ്മുടെ ശ്വാസകോശത്തെ സജ്ജമാക്കുകയാണ്. ഹൃദയത്തിന് ആവശ്യമനുസരിച്ച് ഓക്സിജനെ സ്വീകരിക്കാൻ ശ്വാസകോശത്തിൽ ഉണ്ടാവും. അപ്പോൾ അതിനെ സജ്ജമാക്കുകയാണ് നമ്മൾ യോഗയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത് ധാരാളം ഓക്സിജനെ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ഒരു കുട്ടിയെ പ്രസവിക്കുന്ന സമയത്ത് ഒറ്റയൊരു ശ്വാസമെടുക്കലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ആ ശ്വാസം ഏറ്റവും
കണ്ണുകൾ അടുത്ത് തന്നെ എഴുന്നേറ്റ് നമ്മൾ കണ്ണുകൾ അടുത്ത് തന്നെ നമ്മൾ എഴുന്നേറ്റ് നമ്മൾ ഇരിക്കാൻ പറ്റാത്തൊരു കളി കിട്ടി കൈ ഒന്ന് കൂട്ടി പിടിക്കുക അങ്ങനെ കൂട്ടി പിടിച്ചോ തൊഴിൽ പിടിച്ചോ ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് വെച്ചെടുത്ത് ആ ശ്വാസം ഓങ്കാരമായി പുറത്തേക്ക് ആരംഭിക്കാം. ശ്വാസം എടുത്തു, ഓങ്കാരം എടുത്തു, വീണ്ടും ദീർഘമായ ശ്വാസം എടുക്കുക, ഓങ്കാരമായി പുറത്തേക്ക് പോകും. ദീർഘമായി ശ്വാസം എടുക്കുക, ഓങ്കാരമായി ഒരു മിനിറ്റ് നിങ്ങൾ അതേപോലെ തന്നെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് അങ്ങനെ ഇരിക്കുക. സാവധാനം കൈകൾ രണ്ടും കൂട്ടിത്തിരുമുക. കൈകൾ രണ്ടും കൂട്ടിത്തിരുമുക. കൈകിന്റെ വെള്ളയിൽ ഒരു ചൂട് അനുഭവപ്പെടുന്നു നോക്കുക, ശ്രദ്ധിക്കുക. എന്നിട്ട് കൺപോണവരും അത് പതിച്ചു നോക്കുക. എന്നിട്ട് കൈകളിലേക്ക് നോക്കി കണ്ണു നമ്മുടെ കൈക്ക് ഈ സാവധാനം എല്ലാവരും എഴുന്നേറ്റ് നമ്മളുടെ ഓരോ സന്ധികളിലും നമുക്ക് ജോയിൻറ്റ്സ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ജോയിൻറ്റ്സ് ഉണ്ട്. ഇതൊരു ജോയിൻ്റാണ്, ഇതൊരു ജോയിൻ്റാണ്, ഇങ്ങനെ എല്ലാ ജോയിൻറ്റും ഇത് വായു നോക്കി അപ്പോഴാണ് നമുക്ക് വിലക്കം അസുഖം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യോഗ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? പവനമുക്തം ശ്വാസത്തിൻ്റെ വായുവിനെ നമ്മുടെ ഓരോ സന്ധികളിൽ നിന്നും ഒഴിവാക്കണം. ഇതൊക്കെ അതിന് ശരിയാണ് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ കഴുത്തിന് കൈകൾ വയ്ക്കാം. ശ്വാസം അത് തിരിച്ചതിന് ശേഷം ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്കും താഴെ. അപ്പം ഞാൻ പറയാം ശ്വാസം എടുക്കാൻ പറയുമ്പോൾ നിങ്ങൾ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ഇല്ല, ശ്വാസം എടുത്തുകൊണ്ട് താഴേക്ക്. ഓക്കെ, ശ്വാസം എടുക്കുക. ശ്വാസം നേരത്തെ പറഞ്ഞ ശ്വാസത്തിൽ പ്രാധാന്യം.
അടുത്തതായിട്ട് രണ്ട് സൈഡിലേക്കും നമ്മുടെ തലയെ സൈഡിൽ തല. ഫസ്റ്റ് വലത് സൈഡിലേക്ക് നേരെ വരുന്നത്. ഫസ്റ്റ് വലത് സൈഡിലേക്ക് ചെയ്യാം. ശ്വാസം കേട്ടോ. ഓക്കെ. അതിനുശേഷം നമ്മുടെ കൈകളെ കറക്റ്റ് ഇരിക്കുക. ആലോചിക്കുക. ഷോൾഡർ ഇരിക്കുക. ഷോൾഡർ റൊട്ടേഷൻ. റൊട്ടേഷൻ. ശ്വാസം അങ്ങനെ ചെയ്യൂ. Opposite side. And we do okay. കൈ താത്തിരിക്കുക. അതിനുശേഷം റിസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. ഒരു 10 പ്രാവശ്യം ചെയ്യുക. ചുറ്റി പിടിക്കുക. കൈ ചുറ്റി അപ്പം മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കുക. താഴേക്ക് എടുത്ത് ശ്വാസം എടുക്കുക. അപ്പോൾ ശ്വാസത്തിന് വളരെയധികം പ്രാധാന്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യും. നമ്മുടെ റിസ്റ്റ് മാത്രമല്ല ചെയ്യും. നിങ്ങൾ ശ്രദ്ധയോടുകൂടി വേണം നമ്മുടെ പ്രവൃത്തികൾ ചെയ്യാൻ. അങ്ങനെ ദീർഘമായി ശ്വാസം എടുത്ത് ശ്വാസം എടുക്കുക. ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ ശ്വാസകോശത്തെ സജ്ജമാക്കണം. കൈ പാടുക. ഇനിയും അതിനൊന്ന് റൊട്ടേറ്റ് ചെയ്യും. ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യും. ഓപ്പോസിറ്റ് സൈഡ്. അതിനുശേഷം നമ്മുടെ ഫിംഗർ ലെഫ്റ്റ് കൊടുത്തു, റൈറ്റ് കൊടുത്തു, ലെഫ്റ്റ് കൊടുത്തു, ഫിംഗർ കൈ നല്ലോണം വിരിഞ്ഞ്. എന്നിട്ട് മടക്കി ഫുൾ ടൈറ്റ്. കൈ മാക്സിമം പിടിക്കുക. ഫുൾ ടൈറ്റ്. നല്ല ടൈറ്റ്. നമ്മൾ മാക്സിമം ഉണ്ടാകും. സാധാരണ നമ്മുടെ കൈയുടെ ഭാഗത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ നല്ല കൃത്യമായിട്ട് നടക്കാണ്. കൊടുക്കുക. അങ്ങനെ വരട്ടെ. കൈ ഇങ്ങനെ വരട്ടെ. ബ്രീത്തിങ് കിടക്കും. ഒന്നുകൂടി ടൈറ്റ് ചെയ്യുക. ഫുൾ ടൈറ്റ്. നന്നായിട്ട്. ഓക്കെ. സാധാരണ കൊടുക്കുക. ഒരു പ്രാവശ്യം കൂടി ടൈറ്റ് ചെയ്യുക. നന്നായിട്ട് ഫുൾ ടൈറ്റ്. കണ്ണുകൾ അടയ്ക്കുക. കൈകൾ തന്നെ സാധാരണ കൂട്ടിക്കുക. കാലുകൾ നടത്തിരിക്കുക. കൈ വിരലിലേക്കൊന്ന് ശ്രദ്ധിക്കുക. കൈ വിരലിലേക്ക് തൂക്കിയിടുക. കൈ തൂക്കിടുക. കണ്ണ് തുറക്കുന്നതാണ്. കൈവിരലുകളിലേക്ക് തുമ്പിലേക്ക് ശ്രദ്ധ മാത്രം കൊടുക്കുക. അല്ലാതെ കൊടുക്കുക. ബലമൊന്നും കൊടുക്കാതെ കൈവിരലിലേക്ക് മാത്രം ശ്രദ്ധ. കൈയുടെ കുമ്പത്ത് ചെറിയ കര അനുഭവങ്ങളാണ്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്
നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലേക്കും രക്തത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം. നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ രക്തവും ആ അവയവത്തിലേക്ക് എത്തപ്പെടുമ്പോൾ മാത്രമാണ് ആ അവയവം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത്. ചില സ്ഥലങ്ങളിലേക്ക് രക്തം എത്താതെ തടഞ്ഞു നിൽക്കും. വായു കൊണ്ട് തടയും, കൊഴുപ്പ് കൊണ്ട് തടയും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ ബാധിക്കും. അപ്പോൾ യോഗയിലൂടെ അത് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അവയവങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അസുഖങ്ങൾ അകത്തും, രോഗങ്ങൾ. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് യോഗയിലൂടെ. ഓക്കെ, തലച്ചെറുക്കാം. ശ്വാസം എടുക്കുക, കൈ മുകളിലേക്ക് കൈയോ കണ്ണു ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ അതൊന്നും ചെയ്യണം. സാധ്യത ഞാൻ ഇൻഹേൽ എന്ന് പറഞ്ഞ ശ്വാസം എടുക്കുക, എക്സേൽ എന്ന് പറഞ്ഞ ശ്വാസം പുറത്തേക്ക്. ഓക്കെ, ഇൻഹേൽ എക്സേൽ ശ്വാസം എക്സേൽ ഇൻഹേൽ എക്സേൽ inhale, exhale, inhale, exhale, inhale, exhale, ഇനി അതേപോലെ തന്നെ ഒന്നും ഇത് നമ്മുടെ ശ്വാസകോശത്തിന് ശ്വാസത്തെ എത്തിക്കാനുള്ള പ്രവർത്തിയാണ്. പ്രവൃത്തി മോശമാണെങ്കിൽ ശ്വാസം കറക്റ്റ് ചെയ്യണം. ഒരു സെക്കൻഡ് ഈ ജസ്റ്റിന് കൊടുക്കുന്ന ശ്വാസകോശത്തിന് കൊടുക്കുന്ന ഒരു എക്സസൈസ് കൈ മുന്നിലേക്ക് വിളിക്കാം. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. ശ്വാസം inhale, ഒന്നുകൂടി exhale, inhale, exhale, inhale, exhale. Down. ഈ കാര്യം ആദ്യം കുറച്ചെടുക്കുക. ആദ്യം ശ്വാസം എടുക്കുക, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് പറഞ്ഞാൽ ശ്വാസം ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് ടിസ്റ്റ് ചെയ്യുക. മാക്സിമം ടിസ്റ്റ് ചെയ്യുക. ഈ അരക്കെട്ട് എന്തിന് നിൽക്കണം, പിന്നെ ടിസ്റ്റ് ചെയ്യുക. ഇവിടെ അയവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ്. യോഗ ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം ചെയ്തിട്ട് വേണം യോഗ. ഒറ്റയടിക്ക് ആസനങ്ങളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. നമ്മുടെ ശരീരത്തിന് അയവുള്ളതായി ബേസിക് ലൂസുള്ളതാക്കി കൂടുതലിന് ശേഷം മാത്രമാണ് നമ്മൾ യോഗ ചെയ്യാൻ കൈ കെട്ടി വയ്ക്കുക. കെട്ടി വെച്ചതിന് ശേഷം ഒരു ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ടിസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിന് ശ്വാസം ഒരേ വശത്തേക്ക് maximum, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale.
തലകത്തിച്ചു, കൈ ഇവിടെ തന്നെ ഹിപ്പിൽ വെച്ചു, ശ്വാസം ഉള്ളിലേക്ക് എടുത്തു, ഈ ഭാഗത്തുള്ള ബെൻഡ്. ശ്വാസം വിട്ടുകൊണ്ട് ബെൻഡ് ചെയ്തു. ഇൻഹേൽ നേരെയല്ല, എക്സേൽ ഓപ്പോസിറ്റ്. ഓക്കെ, ഒന്ന് എല്ലാവരും വലത് സൈഡിലേക്ക് ഫസ്റ്റ്. ഓക്കെ, ശ്വാസം എടുത്താൽ ഇൻഹേൽ, എക്സേൽ, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, stop. ഇനി കാലുകൾ കുറച്ച് അടുപ്പിക്കുക. കൈകൾ ഷോൾഡർ ലെവലിൽ ഒരു പറവയുടെ ചെറു പോലെ നേരത്തെ ചെയ്തതുപോലെ ടിച്ചിങ്ങാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, എക്സൈസ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കുക. മാക്സിമം തിരിയുക. ഇൻഹേൽ നേരെ വരിക, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, കുറച്ച് പബ്ലിസിറ്റി വേണമല്ലോ. ഇതൊന്നും യോഗയിൽ പാടില്ല. കൃത്യമായ ഇപ്പോൾ നമ്മുടെ യോഗ ഡേ കൂടി ആയതുകൊണ്ടും ഇത് മൊബൈലിലേക്ക് അയച്ചു കൊടുക്കേണ്ടതായതുകൊണ്ടും നമ്മളൊരു വീഡിയോ എടുത്തതാണ്. യോഗയിൽ ഇത് നമ്മൾ ചെയ്യുമ്പോൾ അതേപോലെ അന്തരീക്ഷങ്ങളാണെങ്കിൽ കൃത്യമായി നമ്മൾ മനസ്സിനെ അതിലേക്ക് കൊണ്ടുവരാനുള്ള രീതിക്കാൻ നമുക്ക് സാധിക്കും. ആഘോഷം കൂടി ആയതുകൊണ്ട് ആണ് നമ്മളെ നടത്തുന്നത്. ഇനി കൈകൾ ഇൻഹേൽ ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നു. കഴിയുന്നത് മാത്രം ചെയ്താൽ മതി. ശ്വാസം വിട്ടുകൊണ്ട് എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് എന്നിട്ട് ഒരേപോലെ ചെയ്യാം. ഇനി ഈ സൈഡിൽ തന്നെ ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് ഈ സൈഡിലേക്ക് ഇൻഹേൽ ചെയ്തുകൊണ്ട് എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, exhale, exhale, inhale, exhale, inhale, stop. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഈ ബോഡി മൊത്തമായിട്ട് അരക്ക് മുകളിലോട്ട് ലൂസായി പറയാൻ ഈ അളവിൽ കഴിയും. ശ്രദ്ധ പൂർണ്ണമായിട്ട് ഈ അളവ് തെറ്റാതെ ആദ്യം ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് കറക്റ്റായിട്ട് മാക്സിമം ടിഷ് ചെയ്യുക. ഞാൻ പറയുമ്പോൾ ചെയ്താൽ മതി. വലത്തോട്ട്, അതിനുശേഷം നേരെ വരിക, അതിനുശേഷം അതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. കൈ ഇങ്ങനെ പോവാം, ഇങ്ങനെ പോവാം, അങ്ങനെ പോകരുത്. അവിടെയാണ് നമ്മുടെ ശ്രദ്ധ പ്രധാനമായിട്ട്. ഓക്കെ, ആദ്യം ശ്വാസം എടുക്കുക. ഇൻഹേൽ, എക്സേൽ, inhale, exhale, inhale, ശ്രദ്ധ, exhale, inhale, exhale, inhale, stop. ഇരുന്നു. ചെറിയത് മാത്രമേ ചെയ്യുള്ളൂ. യാത്രകളൊന്നും ചെയ്യുന്നില്ല. ചെയ്യാൻ നമുക്ക് സാധിക്കും. വിരലുകളിലേക്ക് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചതിന് ശേഷം വിരലുകൾ മാത്രം
ഓർമ്മിച്ച് ചെയ്യുന്നത് ആദ്യം ഈ ശ്വാസത്തിനനുസരിച്ച് ഉൾപ്പെടുന്നില്ല ഓർമ്മിച്ച് കാര്യം ശ്രദ്ധിച്ചു കൈ കൊടുക്കും നേരത്തെ കൈ കൊടുക്കുക കൈ കൊടുത്തിട്ട് ചെയ്യാം ശ്രദ്ധിക്കും നമ്മുടെ വിരലിന്റെ ഭാഗത്തേക്ക് ബ്ലഡ് സർക്കുലേഷനെ കൃത്യമായി പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് മടക്കം നിർത്തുന്നത് മടക്കം നിർത്തുന്നത് എക്സർസൈസ് മടക്കുന്നത് മടക്കുന്നത് നിർത്തുന്നത് നോക്കുക മടക്കുക നോക്കുക മടക്കുക കാലിന്റെ വിരലിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് എത്താൻ വേണ്ടിയിട്ട് ഡെയിലി നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനമാണ് ഈ കാണിച്ചു തരുന്നതെല്ലാം എല്ലാ ഭാഗത്തും. അതിനുശേഷം ആംഗിൾ അതേപോലെ ഇൻഹേൽ മുകളിലേക്ക് എക്സേൽ താഴേക്ക് ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എക്സേൽ സ്റ്റോപ്പ്. നമുക്ക് ഓടിച്ചു പോകുന്നേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ താഴെ മുട്ടിൽ വേറെ ഒന്നും ചെയ്യണ്ട. ഇൻഹേൽ ഇത് കാണിച്ചു എക്സേൽ ഇൻഹേൽ എക്സേൽ ഈ എല്ലാം ചെയ്യണം. ഈ കാര്യം കേട്ടോ ഫസ്റ്റ് പല ഇൻഹേൽ പെട്ടെന്ന് നിന്നെ കൊണ്ടുപോകും എക്സേൽ അടുത്ത ഇൻഹേൽ എക്സേൽ അങ്ങനെ കാലിൻ്റെ ഇവിടെ പിടിക്കൂ ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എന്നെ നോക്കാം എക്സേൽ ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എക്സേൽ സ്റ്റോപ്പ്. ഇനിയും അടുത്തത് തല്ലുന്നത് തന്നെയാണ് ആള് ഞാൻ നിർദ്ദേശിച്ചു ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എക്സേൽ അടുത്ത ക്ലാസ്സിലേക്ക് വരാൻ പോകും. അതിനുള്ള പ്രവർത്തനം ഓക്കെ. ഇൻഹേൽ മനസ്സിലായി എക്സേൽ ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എക്സേൽ ഇൻഹേൽ എക്സേൽ. ഇനി ആൾക്കാർ കഴിയുന്നറിയില്ല നമുക്ക് നോക്കിയപ്പോൾ ഇവിടെ മനസ്സിലാക്കി മടക്കി മടക്കി ഇതാണ് കഴിയും ചെയ്യാൻ കഴിയില്ല. അടുത്ത കാലം മടക്കില്ല. ഇതാണ് വജ്രാസനം. ആസനം ഓക്കെ എല്ലാവരും ഈ ആസനം ഇരിക്കുമ്പോൾ ഈ ആസനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നട്ടലിനെ വജ്രം പോലെ ആക്കി തീർക്കും. നമ്മുടെ വജ്ര നാഡിയെ ശക്തിപ്പെടുത്തും. കഴിയുകയും ചെയ്താൽ മതി. അല്ലെങ്കിൽ അപ്പം തന്നെ തോന്നണം. നട്ടല് നിവർത്തിയില്ല താഴ്ചയോടെ ഇരിക്കുന്ന പോലെ ഇതേപോലെ ഇതിന്റെ കണ്ണുകൾ അടച്ച് ശ്വാസത്തിൽ മാത്രം 10 സെക്കൻഡ് ശ്രദ്ധിച്ചാൽ മാത്രം. 1 2 കണ്ണുകൾ അടച്ചു 3 4 5 6 7 8 9 10 കാലം കൊണ്ടിട്ടുള്ളൂ. ഇവിടെ ആസനമായിട്ടുള്ളൂ. പക്ഷേ ഏറ്റവും ഈസി എന്ന ആസനമാണ് വജ്രാസനം. ഇതിനകത്ത് നമ്മൾ നിമിഷങ്ങളോളം അനുഭവിക്കാൻ നമ്മൾ സാധിച്ച ഏറ്റവും നല്ല കാര്യമാണെന്നാണ് പറയുന്നത്. നമ്മുടെ ദഹന പ്രക്രിയയ്ക്ക് കൃത്യമായി കൃത്യമാക്കാൻ ഈ
സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കാലിൻ്റെ വേദന ഇത്രയും മടങ്ങിയിരിക്കുമ്പോൾ ഈ ഭാഗത്തേക്കുള്ള പ്രശ്നം നമ്മളെ ബ്ലോക്ക് ചെയ്യപ്പെടും. ഒരു പൈപ്പിൽ കൂടി വെള്ളം പോകുമ്പോൾ ആ പൈപ്പ് അവിടെ നിന്ന് മടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ പൈപ്പിൽ മറ്റുള്ള ഭാഗത്തേക്കുള്ള വെള്ളം പോകും. അങ്ങനെ നോക്കി വയ്ക്കുമ്പോൾ തലഞ്ഞു നിൽക്കുന്ന വെള്ളം അത്ര ശക്തി കൂടി ഒഴുകും. അങ്ങനെ നമ്മുടെ ഈ ഭാഗത്തേക്കുള്ള പൈപ്പ് കാര്യങ്ങളെല്ലാം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, ഇനിയും നമുക്ക് ഇരുന്നുകൊണ്ടുള്ള ഒരു ആസനം മതി. മറ്റുള്ളവർക്ക് എത്തിക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഇരുന്നുകൊണ്ടൊരു ആസനം മതി. ഇനി ഒന്ന് കിടന്നുകൊണ്ട് എത്തുകയാണ്. നമ്മൾ ആസനത്തിലൂടെ ഒന്ന് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇന്നത്തെ ദിവസം വയറ് ചാടുന്നതിനൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ചെറിയൊരു ആസനം നമുക്ക് ചെയ്യാം. ഒന്നുമില്ല, നമ്മുടെ കാലിന്ന് ഒരു 30 സെന്റിമീറ്റർ ഉയർത്തിയാൽ മതി. കൈ അമർത്തിയിട്ട് ശരീരത്തോട് ചെയ്യാം. നമുക്ക് എത്തിയതിനു ശേഷം തല നേരെയാക്കാം. തല നേരെയാക്കിയിട്ട് കാലിന് ചേർത്ത് വെക്കുക. ഒന്നും വേണ്ട, നമ്മുടെ കാല് വരുത്താൻ നമുക്ക് കഴിയുമോ എന്നുള്ളൊരു കപ്പാസിറ്റി ഒന്ന് മാത്രമേ ഉള്ളൂ. കാല് വരുത്താൻ നമ്മുടെ കാലം ഉയർത്താൻ കഴിയുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കാല് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവയവമാണ്. ആ കാലിനെ നമുക്ക് ഉയർത്താൻ കഴിയുമോ എന്നുള്ളത്. അതിന് ഉയർത്താൻ ഒരു തോണിയുടെ അതേ വിധത്തിൽ കാല് ഒരു 30 സെന്റിമീറ്റർ ഉയർത്തിയാൽ മതി. ഓക്കെ, ഈ ശ്വാസം കൊണ്ട് ഉയർത്താം. പിന്നെ ശ്വാസം വിട്ടുകൊണ്ട് അങ്ങനെ ഞാനൊരു 10 വരെ എഴുതുന്നു. അത് വരെ നിർത്തിക്കിട്ടും. ഓക്കെ, അത്ര മാത്രം വേണ്ട. ഫസ്റ്റ് 2 കാര്യം ചെയ്യാം. നമുക്ക് ചെയ്യുന്നു നമുക്ക് സമയമില്ല. അവിടെ തന്നെ കൈ പിടിക്കാൻ പാടില്ല. 1 2 അത്ര പോകുമ്പോൾ നിർത്തിയ 3 4 5 6 7 8 9 10. ശ്വാസം പിടിച്ചിരിക്കാൻ പാടില്ല. ഉയർത്തിയിട്ട് ശ്വാസം ചെയ്യാം. 15 വർഷം. അപ്പോൾ ഇത് കൃത്യമാണ്. ശ്വാസം വിടണം കേട്ടോ. ശ്വാസം പിടിച്ച് വയ്ക്കരുത്. ശ്വാസം പിടിച്ച് വയ്ക്കുമ്പോൾ അത് ചെയ്യാം. അപ്പോൾ ഉയർന്നു കഴിഞ്ഞാൽ ശ്വാസം വിട്ടുകൊടുക്കും. ഓക്കെ, ശ്വാസം പിടിച്ച് സാധാരണ ശ്വാസം 1 കാല് കണ്ടാതേ ചെയ്യരുത്. മറ്റൊരു 2 3 കാലം ചെയ്യരുത്. 4 5 6 7 8 9 10 11 12 13 14 15. തവറുള്ളവരെയൊക്കെ നമ്മൾ കണ്ടു, തവറില്ലാത്തവരെ നമ്മൾ കണ്ടു. ഓക്കെ, ശരി. ഇനി നേരെ ഒന്ന് കമന്റ് കണ്ടു. നേരെ ഒന്ന് കമന്റ്. ഇതൊക്കെ ഒരുപാട് ആശയങ്ങളുണ്ട്. വളർത്തി കിടന്നുകൊണ്ട് കമന്റ് കിടന്നുകൊണ്ട് നിന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോന്നാണ് കയ്യ് നമ്മളുടെ നെഞ്ചിന്റെ ഇരുവശങ്ങളായി കുത്തിയിട്ടു. നെഞ്ചിന്റെ ഇരുവശങ്ങളായിട്ട് പണം ഉയർത്തുന്ന ഉയർത്താനാണ്. കാലിൽ ചേർത്ത് വെക്കൂ, പതിച്ചു വെക്കൂ, കാല് നിലത്ത് വെക്കൂ, കാല് നിലത്ത് വെച്ചു, കാല് പതിച്ചു വെക്കൂ. സുരക്ഷിതമാണ്. ഇനി നേരെ നോക്കൂ. ഇനി അരക്കെട്ടിന് മുകളിൽ മാത്രം ശ്രദ്ധിക്കുക. അരക്കെട്ട് മൊത്തം പാടാം. ഒന്ന് താഴെ തല ഉയർത്തുന്നത് പോലെ തലയെ ഉയർത്തി തല മാത്രം ഉയർത്തുന്നു. തല മാത്രം ഉയർത്തുന്നു.
ശരീരത്തിൽ നിന്ന് കുറച്ച് വിട്ടു ശരീരത്തെ തട്ടാതെ കൈകൾ മലത്തി കാല് കുറച്ചകത്തി ഒരു ആകാം. ഇപ്പോൾ നമ്മുടെ ശരീരം വളരെ ഫ്രീയായിട്ട് ഒരു ഭക്ഷണവും ഇല്ലാതെ നമ്മുടെ ശ്രദ്ധയെ ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കണം. അപ്പോൾ ശരീരം ഒരുപോലെ ഒന്നിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരവസ്ഥ. ഇതെങ്ങനെയാണ് സാധിക്കാൻ കഴിയുന്നത്? അത് നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധയെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം സാധിക്കുന്നതിന് നിങ്ങളുടെ മൂക്കിലൂടെ ഉള്ളിലേക്ക് പോകുന്ന ശ്വാസത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. പുറത്തേക്ക് പോകുന്ന ശ്വാസത്തെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അത് തിരിച്ചറിയും. ആ ശ്വാസത്തിന്റെ പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സിനെ
ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ശ്വാസത്തിന് ചെറിയൊരു തണുപ്പുണ്ടെങ്കിൽ പ്രത്യേകതയുള്ള ശ്വാസത്തിന് ചെറിയൊരു ചൂടും അനുഭവപ്പെടുന്നുണ്ടോ അത് മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നു. അത് മാത്രം മറ്റുള്ള പാഠങ്ങളിലേക്ക് പോകുന്നതായി ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. പിടിച്ചു കൊണ്ടുവരിക, നമ്മുടെ ശ്വാസത്തിൽ മാത്രം നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക. നമ്മുടെ ശ്രദ്ധയെ ശ്വാസത്തിൽ മാത്രം കേന്ദ്രീകരിക്കുക. ഇതിലേക്ക് വരുന്ന ശ്വാസത്തിന്റെ തണുപ്പ് അനുഭവപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. ഇതിലേക്ക് വരുന്ന ശ്വാസത്തിന്റെ തണുപ്പ് അറിയാൻ വേണ്ടി ശ്രമിക്കുക. ശ്വാസത്തിന്റെ ചൂട് അനുഭവപ്പെടാൻ വേണ്ടി അറിയാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ കിടക്കുക. ആ ശ്വാസഗതിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഞാൻ പറയുന്നത് വരെ അങ്ങനെ കിടക്കുക. ശ്രദ്ധയെ തിരിക്കാൻ പറയുന്നത് വരെയും നിങ്ങളുടെ ശ്രദ്ധ ശ്വാസഗതിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നത്. ഒരു കാരണവശാലും നമ്മുടെ ശ്രദ്ധ മാറിപ്പോകാതെ നമ്മുടെ ചിന്തകളെ നിയന്ത്രിച്ച് ശ്വാസത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസത്തിൽ മാത്രം കേന്ദ്രീകരിക്കുക. വലത് കൈയുടെ വെല്ലുകൾ ഉപയോഗിക്കും. ഇടത് കൈയുടെ വെല്ലുകൾ ഉപയോഗിക്കും. തല രണ്ട് ഭാഗത്തേക്ക് കൊടുത്തിരിക്കും. ഇടതുവശം ചെരിഞ്ഞു വെക്കും. ഇടതുവശം ചെരിഞ്ഞു വെക്കും. കണ്ണുകൾ തുറക്കാൻ പാടില്ല. കൈകളെ കുത്തി ചന്ദ്രം പോലെ കഴിഞ്ഞിട്ടിരിക്കും. കണ്ണുകൾ തുറക്കാൻ പാടില്ല. വീണ്ടും കൈകളെ തൊഴുത്ത് പിടിക്കുക. കണ്ണുകൾ തുറക്കാതെ അടച്ചു വെച്ച് കൈകളെ തൊഴുത്ത് പിടിക്കുക. തല നിവർത്തി പിടിക്കുക.
നമ്മുടെ കൈകളിലൊക്കെ കൂട്ടിച്ചേർത്ത് തിരുമുക. കൈ കൂടി കണ്ണുകൾ തുറന്ന് നൽകിക്കൊണ്ട് കണ്ടുപിടിക്കും. അപ്പോൾ ഇന്നത്തെ യോഗ പരിപാടി നമുക്ക് സംവിധാനം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ സാധിക്കുന്നുണ്ടെങ്കിൽ 5 ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ രാവിലെ ഒരു 6 മണി മുതൽ 7 മണി വരെ നമുക്ക് അപ്പോൾ ഇന്നത്തെ യോഗ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് യോഗയിൽ പങ്കെടുത്ത എല്ലാവർക്കും